Our hearts beat to the city streets. Hello guys, ഞാൻ സ്കൂളിൽ പോകാൻ വേണ്ടി ബുക്ക് എടുത്ത് വെക്കുവാണ്. ബുക്ക് പഠിച്ചു കഴിഞ്ഞിട്ട് അപ്പൊ ഞാൻ ഏതൊക്കെയാ ബുക്ക് എടുത്ത് വെക്കണെന്ന് പറയാം. നാളെ ക്ലാസ് ഉണ്ടല്ലേ? ഇതെടുത്തു. നാളെ ക്ലാസ് ഉണ്ടോ ചേച്ചിക്കുട്ടന്? നാളെ ക്ലാസ് ഇല്ലേ? അതിന് വേണ്ടി ഈ ബുക്ക് എടുത്ത് വെക്കാൻ പോവാ. കൊറേ ബുക്കുണ്ട്. അപ്പൊ ക്ലാസ്സിൽ പോകുമ്പോ വെയിറ്റ് ആയിരിക്കും. ഞാനെ തൂക്കണ്ട്. അപ്പൊ ഒരു കാര്യം ചെയ്യ്, കൊറേ പേരെ വിളിച്ചോണ്ട് പോണോ ബാഗ് എടുക്കാൻ? അവൻ ആമിച്ചു അല്ലേ നമ്മളുടെ ബാഗ് തൂക്കുന്നത്, നമ്മളെ ചേച്ചി ഹെൽപ്പ് ചെയ്യല്ലോ. ആ പിന്നെന്താണ് കുഴപ്പം? ഹോംവർക്ക് എല്ലാം ചെയ്ത് കഴിഞ്ഞില്ലേ? ആകെ ചെറിയ ഹോംവർക്ക് അല്ലേ ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് ഹാപ്പി ആണല്ലേ? ആ അപ്പം നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്താന്ന് പറഞ്ഞില്ലല്ലോ. അതായത് നാളെ വാവച്ചിക്ക് ക്ലാസ് ഉണ്ട്. അപ്പം ഹോംവർക്ക് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് വാവച്ചിൻ്റെ ബുക്സൊക്കെ എടുത്ത് ബാഗിൽ വയ്ക്കുവാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ബാഗിൽ ബുക്സൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഡിന്നർ ടൈമാണ് അല്ലേ? വാവച്ചിക്ക് 7-7:30 നമ്മൾ ഡിന്നർ കൊടുക്കും. അപ്പം നേരത്തെ ഉറങ്ങാൻ പറ്റുമല്ലോ, അല്ലെങ്കിൽ പിന്നെ നാളെ ക്ലാസ്സിൽ പോകുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഭയങ്കര പ്രശ്നമാകും അല്ലെങ്കിൽ. അപ്പം നമ്മൾ 7:30 ഡിന്നർ കൊടുത്തിട്ട് ബ്രഷൊക്കെ ചെയ്ത് നമ്മൾ വാവച്ചിനെ വേഗം ഉറക്കാൻ നമ്മൾ നോക്കും. അതാണ് നമ്മുടെ പരിപാടി. നമ്മൾ ഹെൽപ്പ് ചെയ്യട്ടെ. ഇതിപ്പോൾ വാവച്ചിയുടെ ഒരു പതിവ് ശീലമാട്ടോ അത്. അതായത് ക്ലാസ് വിട്ട് കഴിഞ്ഞ് ഫ്രഷൊക്കെ ആയി സ്നാക്സ് എല്ലാം കഴിച്ച് എന്താ പറയുക കളിച്ചിട്ടൊക്കെ ഹോംവർക്കൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് ബുക്സൊക്കെ എടുത്ത് വയ്ക്കുന്ന ഒരു രംഗമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഡിന്നർ കഴിക്കും. അപ്പം ഇങ്ങനെ കറക്റ്റ് ടൈമിങ്ങിൽ ചെയ്തില്ലെങ്കിൽ വാവച്ചി കറക്റ്റ് സമയത്ത് ഉറങ്ങാൻ പറ്റത്തില്ല. അതായത് വാവച്ചിക്ക് കറക്റ്റ് ഉറക്കം കിട്ടിയില്ലെങ്കിൽ പാടാണ്. പൗച്ച് എടുത്ത് വയ്ക്കുക വാവച്ചി. പെൻസിൽ ഷാർപ്പ് ചെയ്തില്ലേ? എല്ലാം എടുത്തു വെച്ചോടാ, നാളെ ക്ലാസ് ഉണ്ട്. ഹാപ്പിയാണോ? സീരിയസ്ലി? എന്തിന് സങ്കടം? ആരടിക്കുമെന്ന്? പിന്നെ ടീച്ചർമാർ എപ്പോഴും അടിച്ചോണ്ടിരിക്കല്ലേ, എപ്പോൾ ഓടുന്നത്? ആ കുശുമ്പ് കാണിച്ച് പിന്നെ വഴക്ക് പറയണ്ടേ? ഓക്കെ. ആണോ? അയ്യോ വേറെ ആരും ഇല്ല അല്ലേ? വെരി ഗുഡ്. അപ്പം പക്ഷെ വീട്ടിൽ അങ്ങനെയല്ലല്ലോ. വീട്ടില് ഓക്കെ. അപ്പം നമുക്കിനി ഡിന്നർ കഴിക്കാം. അതെന്ത്? ആ ഡിന്നർ കഴിക്കാം. നമ്മൾ കളിച്ചല്ലേ ഉള്ളൂ, കളിച്ച് കഴിഞ്ഞിപ്പോൾ വന്നല്ലേ ഉള്ളൂ. നമ്മൾ കമ്പിത്തിരിയൊക്കെ കത്തിച്ചല്ലോ ഇപ്പം അല്ലേ? കഴിക്കാം. ഓക്കെ. എന്താ ഫോണൊക്കെ കാണിച്ചേ? ഫോൺ കാണിച്ചേ. ഫോണിൽ ആരെ വിളിക്കാൻ പറ്റും? അയ്യടാ, അപ്പം ഒന്ന് വിളിച്ച ആരെങ്കിലും നോക്കട്ടെ. ആ വിളിച്ചേ. ഫ്രണ്ടിനെ വിളിക്കാണല്ലേ? ഫ്രണ്ടിനെ വിളിക്കാൻ പോവല്ലേ? ഞാൻ വിളിച്ച് നോക്കട്ടെ. വിളിച്ചോ? വാ, അതാണ് ഹർഷശ്രീയുടെ ഫോൺ നമ്പർ. ഹലോ ഹർഷശ്രീ, കളിക്കുവാണോ? ഫുഡ് കഴിച്ചോ? നമുക്ക് കഴിക്കാം. ബാ ബാ വച്ചിട്ട് വാ. വെച്ചോ? ഹർഷശ്രീ ബായ് പറയണ്ട, വെച്ചോ? ഓക്കെ കഴിക്കാം. ഓക്കെ കഴിക്കാം. നമുക്കിന്ന് ദോശയും സാമ്പാറുമാണ് കേട്ടോ ഡിന്നറിന്. അതേപോലെ ചട്നിയുണ്ട്. വാവച്ചിക്ക് ചട്നി വലിയ ഇഷ്ടമല്ല, സോ സാമ്പാറും ദോശയാണ് വാവച്ചി എടുത്തേക്കുന്നത്. സോ വാവച്ചിക്കയുടെ ഫേവറേറ്റ് പ്ലേസ് ആണ് കേട്ടോ. ഇവിടെ ഇരുന്ന് കഴിക്കാനാണ് വാവച്ചിക്ക് ഭയങ്കര ഇഷ്ടം. ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്നത് വളരെ കുറവാണ്. അപ്പോൾ ഇനി നമുക്ക് കഴിച്ചിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഞാനും പോയി കഴിച്ചിട്ട് വരാം. പല്ലേക്കാൻ
നൈറ്റ് ഞങ്ങൾ ഉറങ്ങി കാണിക്കാം. ഉറങ്ങിയിട്ട് എങ്ങനെ കാണിക്കും? ഉറങ്ങുമ്പോ കാണിക്കാം. അപ്പൊ ബ്രഷ് ചെയ്യാൻ വാ. നമുക്ക് കളിക്കാം. അമ്മ വലിച്ചട്ടെ വാ. വാവച്ചിക്ക് ഞാനാണ് പല്ല് തേച്ച് കൊടുക്കാറ്. ഇതിപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം വാവച്ചി തന്നെ തേക്കുവാണല്ലേ? ഇടയ്ക്ക് തന്നെ തേക്കും. പല്ലേച്ചു മാറി എനിക്കിടക്കാൻ പോവാ. നാളെ ഇനി സ്കൂളിൽ പോകണം. അതുകൊണ്ട് നേരത്തെ എണീക്കണം. ഇപ്പോൾ സമയം 8:15. വാവച്ചി 8:30 ബെഡിൽ കയറണം. എന്നാലേ വാവച്ചിക്ക് കഥ പറഞ്ഞ് ഉറങ്ങുമ്പോൾ കുറച്ച് ടൈം എടുക്കത്തുള്ളൂ അല്ലേ? ഉറങ്ങുമ്പോൾ എങ്ങനെയാണ് കാണിക്കുന്നത്? നമ്മൾ ഉറങ്ങാൻ പോവാണേ. ഗുഡ് നൈറ്റ് പറയലാരുള്ളൂ. ഓക്കെ ബൈ. അപ്പം നമുക്ക് വ്ളോഗ് എൻഡ് ചെയ്യാം. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം അല്ലേ? അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ബൈ.